ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, നമ്മൾ നോമ്പുകാല ചിന്തയിലൂടെ കടന്നു പോവുകയാണല്ലോ. കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുകയും യേശുക്രിസ്തുവിൻ്റെ ഗസമൻ തോട്ടം മുതൽ ഗാഗുൽത്ത വരെയുള്ള കുരിശിൽ ഈശോ മരിക്കുന്ന സമയം വരെയുള്ള സംഭവങ്ങളിലൂടെ തിരുസഭ ഈ കാലഘട്ടത്തിൽ നമ്മൾ നയിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനം നമുക്ക് നൽകുന്ന ബോധ്യങ്ങളിലൂടെയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലൂടെ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സഭയിൽ ഫ്രാൻസിസ് ഡി സാലസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്. നോമ്പ് എന്ന് പറയുന്നത് ഒരു തിരിഞ്ഞുനോട്ടത്തിൻ്റെ കാലഘട്ടമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. അതിനാണ് സഭ ഈ ഒരു അവസരം നമുക്ക് തരുന്നത്. നമ്മുടെ ജീവിതത്തിലെ നന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ്, ഒരു തിരിഞ്ഞു നോട്ടം അനിവാര്യമാണ്. ഫ്രാൻസിസ് ഡി സാലസ് എന്ന് പറയുന്ന വിശുദ്ധൻ ഉഗ്ര കോപിഷ്ഠനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോപം മൂലം സെമിനാരിയിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെല്ലാം വളരെയേറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് പേര് കഷ്ടത അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം, യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കും വേദനകൾക്കും രോഗങ്ങൾക്കും കഷ്ടതകൾക്കൊക്കെ പരിഹാര ബലിയായിട്ടാണ് കുരിശിൽ മരിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ ജീവിതം കൊണ്ട് സഹിപ്പിക്കാൻ, വേദനിപ്പിക്കാൻ പരിശ്രമിക്കാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഫ്രാൻസിസ് ഡി സാലസും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വഭാവ വൈകല്യം മൂലം ഒരുപാട് പേർക്ക് വേദന സമ്മാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കുകയാണ്, ദൈവമേ, ഞാൻ ഇതിനു വേണ്ടി വിളിക്കപ്പെട്ട ആളല്ല, ഞാൻ മറ്റുള്ളവരുടെ ഭാരം വഹിക്കേണ്ട ആളല്ല, ഞാൻ മറ്റുള്ളവർക്ക് ഒരു വേദന സഹിക്കേണ്ട ആളല്ല, ഞാൻ അവർക്ക് വേദന കൊടുക്കുന്നത് എത്രമാത്രം കഷ്ടമാണ് എന്ന് അദ്ദേഹം ചിന്തിച്ചു. യേശുക്രിസ്തു നമുക്ക് വേണ്ടിയാണ് കഷ്ടത സഹിച്ചത്. സങ്കീർത്തനം 129:3 വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു, നീളത്തിൽ ഉഴവ് ചാലുകൾ കയറി. ഇപ്പൊ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരം ഉഴവ് ചാല് പോലെ കീറിയത് നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ രോഗങ്ങളും കഷ്ടതകളും സ്വന്തം ശരീരത്തിൽ വഹിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രാൻസിസ് ഡി സാലസ് എന്ന് പറയുന്ന ആ വിശുദ്ധൻ, ഉഗ്രകോപിഷ്ഠനായ ആ വിശുദ്ധൻ ഇങ്ങനെ ചിന്തിച്ചു: എൻ്റെ കർത്താവ് ഈ സഹനം എടുത്തത് എനിക്ക് വേണ്ടിയാണ്. ഞാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കേണ്ട ആളാണ്. മറ്റുള്ളവരെ ഞാൻ മൂലം സഹനം കൊടുക്കേണ്ട ആളല്ല. അദ്ദേഹം പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു, നോമ്പെടുക്കാൻ തുടങ്ങി, ഉപവാസം എടുക്കാൻ തുടങ്ങി, കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് അദ്ദേഹം ധ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ഉഗ്ര കോപം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അദ്ദേഹം കണ്ണുനീരോടെ ദിനരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞുകൂടി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിച്ചും പരിത്യാഗമെടുത്തും പ്രവർത്തിച്ചും അദ്ദേഹത്തിൻ്റെ കോപം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി വളരെ ശാന്തനായ ഒരു മനുഷ്യനായി അദ്ദേഹം രൂപാന്തരപ്പെടുകയാണ്. നമ്മുടെ യേശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയാണ് അവർ മുറിവേൽപ്പിക്കപ്പെട്ടത്, നമ്മുടെ മേലുള്ള ശിക്ഷയാണ് അവൻ ഏറ്റെടുത്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം നമ്മുടെ ജീവിതത്തിലേക്ക്. ഫ്രാൻസിസ് ഡി സാലസ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഈ നോമ്പ് കാലത്ത്, ഈ നോമ്പ് ചിന്തയിൽ, പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വളരെ വേദനാജനകമായ ഒരു ജീവിതമായിരുന്നു. എന്നാൽ അവിടെ ഞാൻ പരാജയപ്പെടാനായിട്ട് എൻ്റെ കർത്താവ് അനുവദിച്ചില്ല. എൻ്റെ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ഒക്കെ യോഗ്യതകളാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് വേദനിച്ച, മറ്റുള്ളവരെ ഒരുപാട് വേദനിപ്പിച്ച എൻ്റെ ഈ കോപത്തിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ മോചിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ നോമ്പുകാല ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ കുറവുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനുള്ള അവസരമുണ്ടാകും. അവിടുത്തെ കുറവുകൾ, പോരായ്മകൾ അത് കണ്ടെത്തി ഉഴവ് ചാല് പോലെ കീറിയ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ മുറിവുകളിലേക്ക് സമർപ്പിക്കുക. നമ്മൾ ആ സമർപ്പണം വഴി നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ആ കുറവുകൾ, നമ്മൾ കണ്ടെത്തുന്ന പോരായ്മകൾ അത് പരിഹരിക്കപ്പെടുകയാണ്. അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. 1 പത്രോസ് 2:24 അവൻ്റെ ക്ഷതങ്ങളാൽ
അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിക്കും. മനസ്സിലും ശരീരത്തിലും ആത്മാവിലുമുള്ള സൗഖ്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഈ നോമ്പ് കാലത്ത് നമുക്ക് ആത്മീയ തലത്തിലൊരു സൗഖ്യം, ശരീരത്തിൻ്റെ തലത്തിലൊരു സൗഖ്യം, സ്വഭാവത്തിൻ്റെ തലത്തിൽ ഒരു വ്യത്യാസം ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങളെ സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് പീഡ അനുഭവിച്ചതും കുരിശിൽ മരിച്ചതും. നോമ്പുകാലത്തിൽ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും സ്വന്തമാക്കേണ്ടതും. ചിന്തിക്കാനും ധ്യാനിക്കാനും എളുപ്പമാണ്. എന്നാൽ കർത്താവ് നടന്ന വഴിയിലൂടെ യാത്ര ചെയ്ത് നമ്മുടെ പോരായ്മകളെ പരിഹരിക്കാൻ ഈ നോമ്പുകാലത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഫ്രാൻസിസ് ഡി സാലസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ വിധത്തിൽ എന്നെ വേദനിപ്പിക്കുന്ന, ഞാൻ മൂലം മറ്റുള്ളവർ വേദന അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് പിതാവിനെ സമർപ്പിച്ച് അതിൽ നിന്ന് ഒരു മോചനം പ്രാപിക്കാനുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നിശ്ചയമായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അവൻ്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതകളാൽ ഒരു വിടുതലും സൗഖ്യവും കർത്താവ് നമുക്ക് തരും. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ സമർത്ഥമായി നോമ്പുകാലത്ത് നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും വ്യാപരിക്കട്ടെ. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്.